ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 15 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം വരുന്നത് 2023 കർഷക അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് ഫാം അവാർഡ്സ് 2023 വിന്നേഴ്സ്. 2023 സ്റ്റേറ്റ് ലെവൽ സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ്. 2023 സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് നേടിയത് CD രവീന്ദ്രൻ നായരാണ്. അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള ഒരു കർഷകനാണ്. 2023 സ്റ്റേറ്റ് ലെവൽ സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് നേടിയത് CD രവീന്ദ്രൻ നായർ. അടുത്തത് പുതിയതായിട്ട് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് C അച്യുതമേനോൻ മെമ്മോറിയൽ അവാർഡ് ഫോർ ലോക്കൽ ബോഡീസ് ദാറ്റ് പെർഫോം വെൽ ഇൻ അഗ്രികൾച്ചർ. അതായത് കൃഷിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബോഡികളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ലോക്കൽ ബോഡിക്ക് കൊടുക്കുന്ന അവാർഡാണ്. പുതിയതായിട്ട് വന്നതാണ് C അച്യുതമേനോൻ മെമ്മോറിയൽ അവാർഡ്. അത് നേടിയത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്താണ്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനാണ് C അച്യുതമേനോൻ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അവാർഡ് തന്നെയാണ്. ഫസ്റ്റ് MS സ്വാമിനാഥൻ അവാർഡ് ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. അഗ്രികൾച്ചറൽ റിസർച്ചിന് നൽകുന്ന MS സ്വാമിനാഥൻ അവാർഡാണ്. അത് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അത് നേടിയത് A ലത എന്ന് പറയുന്ന മാഡമാണ്. A ലത. MS സ്വാമിനാഥൻ അവാർഡ് ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് നേടിയത് A ലത. നെക്സ്റ്റ്, ന്യൂലി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അവാർഡ് ഫോർ ഫാർമേഴ്സ് ഇൻ ട്രാൻസ്ജെൻഡർ കാറ്റഗറി. അതായത് കർഷകരിൽ തന്നെ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും നല്ല കർഷകർക്കുള്ള അവാർഡ് നേടിയത് ശ്രാവന്തിക SP. ശ്രാവന്തിക SPക്കാണ് ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലെ അവാർഡ് ഫോർ ഫാർമേഴ്സ് ലഭിച്ചത്. അടുത്തത് കേരകേസരി അവാർഡ് ഫോർ കോക്കനട്ട് ഫാമിംഗ്. അത് നേടിയത് സുഷമ PT. അപ്പൊ കേരകേസരി അവാർഡ് ഫോർ കോക്കനട്ട് ഫാമിംഗ് അത് നേടിയത് സുഷമ PT. അടുത്തത് നെൽക്കതിർ അവാർഡാണ്. മിത്രനികേതൻ K വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്. അത് നേടിയത് ഒരു പാടശേഖര സമിതിയാണ് പാലക്കാടുള്ളത്. മാതക്കോട് നെല്ലുൽപാദക പാടശേഖര സമിതി, ചിറ്റൂർ, പാലക്കാട്. അവർക്കാണ് മിത്രനികേതൻ K വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് ലഭിച്ചത്. പിന്നെ ഏറ്റവും നല്ല കൃഷിഭവനുള്ള അവാർഡാണ് VV രാഘവൻ മെമ്മോറിയൽ അവാർഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫോർ ബെസ്റ്റ് കൃഷിഭവൻ. അത് ലഭിച്ചത് പാലക്കാട് പുത്തൂരുള്ള കൃഷിഭവനാണ്. പാലക്കാട് പുത്തൂര് കൃഷിഭവനാണ് VV രാഘവൻ മെമ്മോറിയൽ അവാർഡ് ഫോർ ബെസ്റ്റ് കൃഷിഭവൻ ലഭിച്ചത്. അടുത്തത് നോക്കാം. അടുത്തത് എക്സസൈസ് ഉദരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. റീസെന്റ് എഡിഷൻ ഓഫ് എക്സസൈസ് ഉദരശക്തി കൺക്ലൂഡഡ് ഇൻ മലേഷ്യ. മലേഷ്യയിൽ കൺക്ലൂഡ് ചെയ്ത അടുത്തിടെ അവസാനിച്ച ഒരു എക്സസൈസ് ആണ് ഉദരശക്തി. ബൈലാറ്ററൽ എയർഫോഴ്സ് എക്സർസൈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മലേഷ്യ. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ബൈലാറ്ററൽ എയർഫോഴ്സ് എക്സർസൈസ് ആണെന്ന് ഓർത്തു വെക്കുക. എന്താണ് ഒബ്ജക്റ്റീവ്? ടു എൻഹാൻസ് മിലിറ്ററി കോർപ്പറേഷൻ, ഇംപ്രൂവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഷെയർ ഓപ്പറേഷണൽ എക്സ്പെർട്ടൈസ്. അതായത് മിലിറ്ററി കോർപ്പറേഷൻ കൂട്ടുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇംപ്രൂവ് ചെയ്യുക, എക്സ്പെർട്ടൈസ്, ഓപ്പറേഷണൽ എക്സ്പെർട്ടൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഇതിന്റെ ഈ ഒരു എക്സസൈസിന്റെ ഒരു പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ പാർട്ടിസിപ്പേഷൻ എക്സർസൈസ് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. HOP എക്സർസൈസ്, ഹാൻഡ്സ് ഓൺ പാർട്ടിസിപ്പേഷൻ എക്സസൈസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് രണ്ട് രാജ്യങ്ങളിലെയും പൈലറ്റുമാർ അവരുടെ എയർക്രാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫ്ലൈ ചെയ്യുന്ന ഒരു എക്സർസൈസ് ആയിരുന്നു അത്. അപ്പോൾ HOP എക്സർസൈസ് വെയർ പൈലറ്റ്സ് ഫ്രം ബോത്ത് ദ നേഷൻസ് സ്വാപ്പ് എയർക്രാഫ്റ്റ്. അവരുടെ എയർക്രാഫ്റ്റുകൾ പരസ്പരം സ്വാപ്പ് ചെയ്ത് ഫ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഈ ഹാൻഡ്സ് ഓൺ പാർട്ടിസിപ്പേഷൻ എക്സർസൈസിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ സമ്മിറ്റ് നടക്കാനായിട്ട് പോവാണ്. 3ാമത് സമ്മിറ്റ് വെർച്വലി ആണ് നടക്കുന്നത്.
അപ്പൊ എന്താണ് കാര്യം നോക്കാം. ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ തേർഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് ഇൻ വെർച്വൽ ഫോർമാറ്റ് ഓൺ August 17, 2024. ഓഗസ്റ്റ് 17, 2024 വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ വെർച്വൽ മീറ്റിംഗ് അല്ലെങ്കിൽ സമ്മിറ്റ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തവണത്തെ അതിന്റെ തീം വരുന്നത് ആൻ എംപവേർഡ് ഗ്ലോബൽ സൗത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ സൗത്ത് അല്ലെങ്കിൽ എംപവേർഡ് ആയിട്ടുള്ള ഗ്ലോബൽ സൗത്ത് എന്നാണ് അതിന്റെ തീം വരുന്നത്. അപ്പൊ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഈ ഒരു സമ്മിറ്റ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിനെ കുറിച്ച് ഈ ഡീറ്റെയിൽസ് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, യൂണിയൻ ഹോം സെക്രട്ടറി ആയിട്ട് പുതിയൊരു അപ്പോയിന്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതാരാന്ന് നോക്കാം. ദ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ഗോവിന്ദ് മോഹൻ ആസ് ദ നെക്സ്റ്റ് യൂണിയൻ ഹോം സെക്രട്ടറി. അടുത്ത യൂണിയൻ ഹോം സെക്രട്ടറി ആയിട്ട് നിയമിതനാവാൻ പോകുന്നത് ആരാണ്? ഗോവിന്ദ് മോഹൻ. യൂണിയൻ ഹോം സെക്രട്ടറി അടുത്തത് ആരാണ്? ഗോവിന്ദ് മോഹൻ. അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. നെക്സ്റ്റ്, കീർത്തി ചക്ര അത് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. കീർത്തി ചക്ര അതുപോലെ തന്നെ ശൗര്യ ചക്രയും അതിന്റെ ലഭിച്ച ആൾക്കാരുടെ പേര് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ കീർത്തി ചക്ര 4 പേർക്കും ശൗര്യ ചക്ര 18ഓളം പേർക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 4 കീർത്തി ചക്രാസ്, 3 of them posthumous and 18 ശൗര്യ ചക്രാസ്, 4 posthumous, are among the 103 gallantry awards approved by President Draupadi Murmu to armed forces and central armed police force personnel. അതായത് ആർമഡ് ഫോഴ്സിലും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന 103ഓളം ഗാലണ്ടറി അവാർഡുകൾ ദ്രൗപതി മുർമു നമ്മുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ അതില് 4 കീർത്തി ചക്രയും അതിൽ 3 മരണശേഷമുള്ള അവാർഡുകളാണ്. പിന്നെ 18 ശൗര്യ ചക്ര, അതില് 4 മരണശേഷമാണ് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 103 ഗാലണ്ടറി അവാർഡ്സ് ആണ് പ്രസിഡന്റ് ദ്രൗപതി മുർമു അപ്രൂവ് ചെയ്തത്. അപ്പൊ കീർത്തി ചക്ര ഗ്രാന്റ് ചെയ്തിരിക്കുന്ന 4 പേര് ആരൊക്കെയാണ്? മേജർ മല്ല രാമ ഗോപാൽ നായിഡു. പിന്നെ അടുത്ത വരുന്ന 3 പേർക്കുമാണ് പോസ്റ്റ്മസ്ലി കീർത്തി ചക്ര ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ 3 പേരും മരണപ്പെട്ടവരാണ്. കേണൽ മൻപ്രീത് സിംഗ്, റൈഫിൾമാൻ രവികുമാർ, ഹുമയൂൺ മുസാമിൽ ഭട്ട്, റൈഫിൾമാൻ രവികുമാർ, കേണൽ മൻപ്രീത് സിംഗ്. ഈ 3 പേർക്കുമാണ് പോസ്റ്റ്മസ്ലി കീർത്തി ചക്ര ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾക്കുള്ളത് മേജർ മല്ല രാമ ഗോപാൽ നായിഡു. അപ്പൊ അത് നോട്ട് ചെയ്യാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബാലസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതിനെപ്പറ്റി ന്യൂസിൽ വരുന്നുണ്ട് ഇപ്പോ. അത് എന്താ കാര്യം എന്ന് നോക്കാം നമുക്ക്. ബാലസ്റ്റ് വാട്ടർ ഇസ് ഫ്രഷ് ഓർ സോൾട്ട് വാട്ടർ ഹെൽഡ് ഇൻ ദ ബാലസ്റ്റ് ടാങ്ക്സ് ഓഫ് ഷിപ്പ്. അതായത് ഷിപ്പുകളിൽ ബാലസ്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനത്തെ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ശുദ്ധജലമോ അല്ലെങ്കിൽ ഉപ്പ് കലർന്ന സോൾട്ട് വാട്ടറോ ആണ് നമ്മൾ ബാലസ്റ്റ് വാട്ടർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു വാട്ടർ, എന്തിനാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് മാനുവറബിലിറ്റി ഡ്യൂറിങ് എ വോയേജ്, especially when a ship is not carrying enough cargo or when additional stability is required due to rough seas. അതായത് ഈ കാർഗോ ഇല്ലാത്ത സമയത്ത്, കൂടുതലും കാർഗോ ഷിപ്പുകൾക്കാണ് ഇത് ആവശ്യം വരിക. അപ്പൊ കാർഗോ ഷിപ്പുകളിൽ കാർഗോ ലോഡ് ഇല്ലാത്ത സമയത്ത് അവരുടെ ആ ഒരു ഷിപ്പിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സീ ആയിട്ടുള്ള ടൈമിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഷിപ്പിൽ സ്റ്റോർ ചെയ്യുന്ന വാട്ടറാണ് ബാലസ്റ്റ് വാട്ടർ. Ballast water can carry a variety of biological materials, including bacteria, microbes, and small invertebrates. അതായത് ഈ ബാലസ്റ്റ് വാട്ടറിൽ ഈ പറയുന്ന എല്ലാം കാണും. അത് ഒരു തീരത്ത് നിന്ന് എടുക്കുന്ന വെള്ളം തന്നെയായിരിക്കും. അപ്പൊ അതിലെ ബയോളജിക്കൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള, അതായത് പലതരത്തിലുള്ള ബാക്ടീരിയ, മൈക്രോബ്, പല ഇൻവെർട്ടബ്രേറ്റ്സ് ഒക്കെ ഉണ്ടാവാം.
When discharged at a new location, this water can introduce non-native species into local ecosystem. അപ്പോൾ ഇത് ഒരു ഷിപ്പ് ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഈ ഒരു വാട്ടർ ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് അത് പിന്നെ കാർഗോ വരുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു പോർട്ടിലായിരിക്കും ഇത് കൊണ്ടുപോയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ എന്താവും, ഒരു പുതിയ ലൊക്കേഷനിലേക്ക് ആ ലൊക്കേഷന്റെ ഭാഗമല്ലാത്ത ഒരു നോൺ നേറ്റീവ് സ്പീഷീസിനെ കൊണ്ടുവന്ന് ഇടുകയാണ്. ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ലോക്കൽ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതെന്താവും, പൊട്ടൻഷ്യലി ലീഡ് ടു ഇക്കോളജിക്കൽ ഇംബാലൻസസ്. അത് ഇക്കോളജിക്കൽ ഇംബാലൻസുകൾക്ക് കാരണമാവും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കാർഗോ ഒക്കെ ഡിസ്ചാർജ് ചെയ്തു. അതായത് ഒരു ഷിപ്പിന്റെ അകത്തുണ്ടായിരുന്ന കാർഗോ ഒക്കെ അതിൽ നിന്ന് ഇറക്കി. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഷിപ്പ് പോകുമ്പോൾ ഷിപ്പിന് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ലോഡ് ചെയ്യണം? ബാലസ്റ്റ് വാട്ടർ ആ ഒരു പോർട്ടിൽ നിന്ന്, സോഴ്സ് പോർട്ടിൽ നിന്ന് ലോഡിങ് ഓഫ് ബാലസ്റ്റ് വാട്ടർ നടന്നു. അപ്പൊ ലോഡിങ് ബാലസ്റ്റ് വാട്ടർ അറ്റ് സോഴ്സ് പോർട്ട് അവിടെ വെച്ച് നടന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ? കാർഗോ ഒക്കെ അവിടെ ഡിസ്ചാർജ് ചെയ്തു അല്ലെങ്കിൽ അവിടെ അൺലോഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ. അപ്പോൾ കാർഗോ ഹോൾഡ് എംറ്റി, അതായത് ഇപ്പോൾ കാർഗോ അതിനകത്ത് ഇല്ല, ബാലസ്റ്റ് ടാങ്ക് ഫുൾ ഡ്യൂറിങ് വോയേജ്. അപ്പൊ ആ ഒരു ഫുൾ ബാലസ്റ്റ് ടാങ്കും കൊണ്ടായിരിക്കും ആ ഒരു കപ്പല് യാത്ര തുടരുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗറിൽ വന്നപ്പോൾ എന്തായി? ലോഡിങ് കാർഗോ, അതായത് ആ ഒരു ഷിപ്പിലേക്ക് പുതിയ കാർഗോ ഒക്കെ ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ അതിനകത്ത് എന്തിന്റെ ആവശ്യം വന്നില്ല? ബാലസ്റ്റ് വാട്ടറിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ അത് വേറൊരു പോർട്ടിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്? കാർഗോ ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ലോഡിങ് കാർഗോ, അപ്പൊ എന്ത് ചെയ്യാണ്? അവിടെ വെച്ച് ഡിസ്ചാർജിങ് ബാലസ്റ്റ് വാട്ടർ അറ്റ് ഡെസ്റ്റിനേഷൻ പോർട്ട്. അപ്പൊ ഡെസ്റ്റിനേഷൻ പോർട്ടിൽ വെച്ച്, അല്ലെങ്കിൽ ഇപ്പൊ എത്തിയ ആ ഒരു പോർട്ടിൽ നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത ബാലസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യാണ്, അവിടെ ഒഴുക്കി കളയാണ്. അപ്പോൾ എന്താവും? കാർഗോ ഫുള്ളായി, നാലാമത്തെ ഫിഗറിൽ കാർഗോ ഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും. ബാലസ്റ്റ് ടാങ്ക് എം ടി ആയിട്ട് പിന്നോട്ടുള്ള യാത്ര തുടരും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു പോർട്ടിൽ നിന്ന് കയറ്റിയ വാട്ടറിൽ പലതരത്തിലുള്ള ബാക്ടീരിയ, മൈക്രോബ് ആ ഒരു പോർട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെതായിട്ടുള്ള പല ജീവികളും ഉണ്ടാവും. അതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോക്കൽ എക്കോസിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ എന്താണ് ബാലസ്റ്റ് വാട്ടർ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ ബാലസ്റ്റ് വാട്ടറിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ട് ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ന്യൂസിൽ വന്നത്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ബാലസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് കൺവെൻഷൻ. ദ ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ adopted the BWM convention which came to force in 2017. 2017 BWM കൺവെൻഷൻ നിലവിൽ വരുന്നത്. ഓർഗനൈസ് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? ഇന്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ ആണ്. It aims to prevent the spread of harmful aquatic organisms and pathogens through ballast water. അതായത് ബാലസ്റ്റ് വാട്ടറിലൂടെ സ്പ്രെഡ് ആവുന്ന ഹാംഫുൾ ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനെ പാത്തോജന്റെ ഒക്കെ സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷന്റെ ഉദ്ദേശം. Under the BWM convention, ship must manage their ballast water to ensure that aquatic organisms and pathogens are removed and rendered harmless before discharge. അപ്പൊ ഈ ഒരു കൺവെൻഷനിൽ സൈൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ എത്തുന്ന ഷിപ്പുകൾ എന്ത് ചെയ്യണം? അവരുടെ ഷിപ്പിലുള്ള ബാലസ്റ്റ് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസോ പാത്തോജൻസോ ഒന്നും പുറത്തു വിടുമ്പോൾ അതിനകത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇന്ത്യ ഹാസ് നോട്ട് സൈൻഡ് ദ BWM കൺവെൻഷൻ, മീനിങ് ദർ ആർ നോ ഒബ്ലിഗേഷൻ ഫോർ ഷിപ്സ് കോളിംഗ് അറ്റ് ഇന്ത്യൻ പോർട്ട് ടു കംപ്ലൈ വിത്ത് ഇറ്റ്സ് റെഗുലേഷൻസ്. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ ഒരു കൺവെൻഷൻ ഇതേവരെ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്താവും? ഇന്ത്യയിൽ വരുന്ന ഷിപ്പിന് ഈ ഒരു കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് വേറെ ഏതെങ്കിലും രാജ്യത്തെ പോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാലസ്റ്റ് വാട്ടർ ഇന്ത്യയിൽ ഏത് പോർട്ടിൽ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇന്ത്യ ഈ ഒരു ബാലസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് കൺവെൻഷനിൽ സിഗ്നേറ്ററി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് ബാലസ്റ്റ് വാട്ടർ, എന്താണ് ബാലസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് കൺവെൻഷൻ, ഏത് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്തു, ഏത് വർഷം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫ്ലഡ് വാച്ച് ഇന്ത്യ വേർഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. എ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ബൈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ജൽശക്തി. കേന്ദ്ര ജലശക്തി വകുപ്പിന്റെ കീഴിലുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷൻ ലോഞ്ച് ചെയ്തൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ വേർഷൻ 2.0. ആപ്പ് പ്രൊവൈഡ്സ് റിയൽ ടൈം ഇൻഫർമേഷൻ ആൻഡ് ഫോർകാസ്റ്റ് റിലേറ്റഡ് ടു ഫ്ലഡ് സിറ്റുവേഷൻസ് അക്രോസ് ഇന്ത്യ,
cover 592 flood monitoring stations. അതായത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഏകദേശം 592 ഫ്ലഡ് മോണിറ്ററിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒന്ന് ക്രോഡീകരിച്ച് റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുക്കുക. എവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. App includes information on storage positions of 150 major reservoirs in India, aiding in flood management. അപ്പോൾ ഈ ഒരു 592 ഫ്ലഡ് മോണിറ്ററിംഗ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലാതെ 150ഓളം മേജർ ഡാമുകൾ, റിസർവോയറുകൾ, ഇന്ത്യയിലുള്ള റിസർവോയറുകളുടെ ഒരു സ്റ്റോറേജ് പൊസിഷനും ഇത് ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതും ഫ്ലഡ് മാനേജ്മെന്റിന് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത. ഫ്ലഡ് വാച്ച് ഇന്ത്യ വേർഷൻ 2.0 അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ NRF നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതെന്താണ് ആ ഒരു ഓർഗനൈസേഷൻ നോക്കാം. ആൻ എപെക്സ് ബോഡി ടു പ്രൊവൈഡ് ഹൈ ലെവൽ സ്ട്രാറ്റജിക് ഡയറക്ഷൻ ടു സയന്റിഫിക് റിസർച്ച് ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിൽ വരുന്ന സയന്റിഫിക് റിസർച്ചുകൾക്ക് കുറച്ചും കൂടി ഹൈ ലെവൽ സ്ട്രാറ്റജിക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു അപെക്സ് ബോഡി, അതായത് ഒരു വലിയ ബോഡിയാണ്, വലിയൊരു ഓർഗനൈസേഷൻ ആണ് ഇത്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി Anusandhan National Research Foundation Act 2023. It also repealed the Science and Engineering Research Board SCRB, established by an Act of Parliament in 2008 and subsumed it into NRF. അതായത് മുൻപ് ഈ ഒരു ബോഡിക്ക് പകരം ഉണ്ടായിരുന്നത് ഏതായിരുന്നു? സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് ആയിരുന്നു. 2008 പാർലമെന്റ് ഒരു ആക്ട് വഴി തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ അത് റിപ്പീൽ ചെയ്ത് ഇപ്പൊ പുതിയതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് 2023 അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അത് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ലെവൽ സ്ട്രാറ്റജിക് ഡയറക്ഷൻ ടു സയന്റിഫിക് റിസർച്ച് ഇൻ ദി കൺട്രി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കറണ്ട് അഫയേഴ്സിലും ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.